ഗൈസ്, ഐ ഹാവ് ഗോട്ട് സംതിങ് ടു ഷോ യു. ഞാനിപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. എൻ്റെ കോലം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കുടയൊക്കെ ചൂടി വരുന്നത് ബിക്കോസ് ഇവിടെ മഴയല്ല, മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് ഞാൻ ജോലി കഴിഞ്ഞ് നടന്നു പോകുന്ന വഴി. ഇതൊരു പാർക്കിൻ്റെ സൈഡിലുള്ള വഴിയാണ്. ഇന്നലെ രാത്രി മുതൽ സ്നോഫോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ മഴ കാരണം കൊണ്ട് നമുക്കത് അറിയാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ വെളുപ്പിന് ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേനും മഴ നിന്നു. 2 മണിയായപ്പോഴത്തേനും സ്നോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം രാവിലെ 7:05 കേട്ടോ. ആ അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്ന് തണുത്ത് വരച്ച് ഞാൻ മെയിൻ റോഡിലെത്തി ഗൈസ്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, വണ്ടി പോകുന്ന അത്രയും ഭാഗത്ത് ഐസ് പോയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇപ്പോഴും വണ്ടികൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. കാരണം സ്ലിപ്പാവാനും സ്കിഡാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇവരിവിടെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് സ്നോ ഒക്കെ മെൽറ്റായി പോയിട്ടുള്ളത്. എല്ലാ വർഷവും സ്നോ വീണ് കഴിയുമ്പോൾ എനിക്ക് ഏറ്റവും കാണാൻ ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. എൻ്റെ വീടിൻ്റെ ബാക്ക് യാർഡാണ്. പെട്ടെന്ന് കണ്ടാൽ തോന്നുന്നു ഞാൻ സ്വിറ്റ്സർലൻഡിൽ വന്നതാണെന്ന്. അങ്ങനെയാണ്. ഇത് എൻ്റെ റൂമിൽ നിന്ന് ഞങ്ങളുടെ ബാക്ക് യാർഡിലേക്കുള്ള വ്യൂ ആണ് കേട്ടോ. അടിപൊളിയാണ്. കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ ഇത്ര അടിപൊളി. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അറിയാം നല്ല തണുപ്പാണ് കേട്ടോ. എനിക്കാണെങ്കിൽ വിൻ്റർ എന്ന് പറഞ്ഞാൽ കഷ്ടകാലത്തിൻ്റെ സമയമാണ്. UK വന്നിട്ട് 3 വർഷമായെങ്കിൽ പോലും എപ്പം മഞ്ഞ് കണ്ടാലും എനിക്ക് ആദ്യമായിട്ട് കാണുന്നത്ര ആക്രാന്തമാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ 2 വർഷങ്ങളിൽ എൻ്റെ ആക്രാന്തം കാരണം കൊണ്ട് ഞാൻ പനി പിടിച്ച് കിടന്നത് എല്ലാ വർഷവും ഓരോ ആഴ്ച വെച്ചിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം ഞാൻ പുറത്തിറങ്ങൂല എന്ന്. അകത്തിരുന്നുള്ള കാഴ്ചകൾ തന്നെ ധാരാളം. എത്രയൊക്കെ മനസ്സിനെ അടക്കി പിടിച്ചെന്നാലും കാലിനൊരു ത്വര ഉണ്ടായിരുന്നു പുറത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ സർവ്വതും നിയന്ത്രിച്ച് പെരക്കകത്ത് തന്നെ ഇരുന്നു ഗൈസ്. ഇപ്പോൾ വിൻ്ററിലെ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ കഴിഞ്ഞ വർഷത്തെ വിൻ്റർ വിശേഷങ്ങൾ കാണാത്തവരെ വേഗം പോയി ഇപ്പോൾ തന്നെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഒരു തണുത്തിറങ്ങി ടാറ്റ ബൈ.